الحمد لله الأحد الجبار والصمد الغفار وأشهد أن لا إله إلا الله الواحد القهار وأشهد أن محمدا عبده ورسوله النبي المختار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ ഇതര മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ദുനിയാവിൽ പലതിനോടും മഹബത്ത് വെക്കുന്നവരാണ്, ഇഷ്ടം വെക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. വാത്സല്യനിധികളായ നമ്മുടെ മക്കളോട് വലിയൊരു ഇഷ്ടവും സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കളോട് ഇഷ്ടമാണ്, നമ്മളുടെ ഇണകളോട് പ്രണയമാണ്. അതിലുപരി നമ്മുടെ വീടിനോടാണെങ്കിലും നമ്മുടെ കച്ചവടത്തോടാണെങ്കിലും സമ്പത്തിനോടാണെങ്കിലും ഇഷ്ടമുണ്ടാവാറുണ്ട്. പക്ഷെ ലോകത്തൊരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം വെക്കാനുള്ളത് അത് അള്ളാഹുവിനോടാകണം, അവിടുത്തെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈമാൻ എന്ന മാധുര്യം നമുക്ക് അനുഭവിക്കണമെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണിപ്പറഞ്ഞത് സലാസുൻ മൻ കുന്ന ഫീഹി വജദ ബിഹിന്ന ഹലാവത്തുൽ ഈമാൻ. 3 കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടായാൽ അതുകൊണ്ടവൻ ഈമാനിന്റെ മധുരം അനുഭവിച്ചവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിലൊന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയത് മൻ കാന അല്ലാഹു വറസൂലുഹു അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമാ. ലോകത്ത് അല്ലാഹുവും റസൂലും അല്ലാതെ ഇനി എന്തെല്ലാമുണ്ടോ അതിനേക്കാളൊക്കെ ഉപരി ഇഷ്ടമുണ്ടാകേണ്ടത് അല്ലാഹുവിനോടാകണം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാകണം.
ലോകത്ത് ഏറ്റവും വലിയ മഹബത്ത് ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അള്ളാഹുവിന്റെ ഇഷ്ടം നമ്മൾ സമ്പാദിച്ചാൽ മാത്രമാണ് നമ്മൾ അള്ളാഹനെ എത്ര കണ്ട് ഇഷ്ടപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് അള്ളാഹു തആല നമ്മളെയും ഇഷ്ടപ്പെടുന്നത്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തആല പറഞ്ഞൊരു വാക്കുണ്ട്, പ്രവാചകർ അവരോട് പറഞ്ഞു കൊടുക്കണം, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. റസൂൽ അവരോട് പറ, നിങ്ങൾ അള്ളാഹനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന പ്രവാചകനെ നിങ്ങൾ പിന്തുടരണം, എങ്കിൽ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെയും ഇഷ്ടപ്പെടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. നമ്മൾ അള്ളാഹനെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു നമ്മളെയും തിരിച്ചിഷ്ടപ്പെടും. പക്ഷെ എന്ത് വേണം? ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കേണ്ടത് ഏത് രൂപത്തിലാണ്? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്നുകൊണ്ടാണ്. നമുക്ക് അള്ളാഹിന്റെ ഇഷ്ടമില്ലെങ്കിൽ, അള്ളാഹിന്റെ സ്നേഹം നമുക്ക് ലഭ്യമായില്ലെങ്കിൽ പരലോകത്ത് നമ്മുടെ വിഷയം പരാജയത്തിലാണ്. അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാലോ? അള്ളാഹു തആല വിളിച്ചു പറയുന്ന ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട്, എന്നിട്ട് അള്ളാഹ് പറയും, ജിബ്രീലേ ഇന്നി ഉഹിബ്ബു ഫുലാന, ഇന്നാലിന്ന വ്യക്തിയെ എനിക്കിഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഫഅഹ്ബിബുഹു, ആ മനുഷ്യനെ നീയും ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം ആ മനുഷ്യനെ ഇഷ്ടം വെക്കുന്നു. നമ്മൾ അള്ളാഹിനെ ഇഷ്ടപ്പെട്ടാൽ, അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു ജിബ്രീലിനോട് പറയും, ജിബ്രീൽ എനിക്ക് ആ വ്യക്തിയെ ഇഷ്ടമാണ്, ആ വ്യക്തിയോട് നീയും മഹബത്ത് വെക്കണം. ജിബ്രീലും ആ മനുഷ്യനെ ഇഷ്ടം വെക്കുന്നു എന്ന് മാത്രമല്ല, ആകാശലോകത്തോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാന, അല്ലാഹ് ഇന്നാൽ ഇന്നൊരു വ്യക്തിയെ ഇഷ്ടമാണ്. ഫൗഹിബ്ബുഹു, അതുകൊണ്ട് ഞാനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു. ഫഅഹ്ബിബൂ, അതുകൊണ്ട് നിങ്ങളുടെ മുഴുവനും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന് അള്ളാഹു വിളിച്ചു പറയും, ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും. എന്നിട്ട് മുത്ത് റസൂല് പറയാൻ, ആകാശലോകം മുഴുവനും ആ മനുഷ്യന് സ്വീകാര്യത ലഭിക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാന്റെ മഹബത്ത് നമ്മളിലേക്ക് ലഭിക്കാൻ അള്ളാഹിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. പക്ഷെ എവിടെയാണ് നമുക്കുണ്ടായ പരാജയങ്ങൾ? നമുക്ക് എവിടെയെങ്കിലും താളപ്പിഴവുകളുണ്ടോ? പ്രിയമുള്ളവരെ, പല സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ മറക്കുക എന്നുള്ളത് നമുക്ക് പലപ്പോഴും അള്ളാഹിന്റെ വിധിയോട് തൃപ്തി വരാതിരിക്കുന്നത്. വർളി ബിമാ ഖസമല്ലാഹു ലക്, അള്ളാഹു നിനക്ക് തന്നതിലൂടെ തൃപ്തിപ്പെടണമെന്ന് പറഞ്ഞെടുത്ത് നമുക്ക് അവിടെ തൃപ്തി വരണില്ല. എല്ലാ കാര്യങ്ങളും അള്ളാഹിനെ അനുസരിക്കാനുള്ള മനസ്സ് വരണില്ല. പല കാര്യങ്ങളിലും നമ്മൾ പാളിപ്പോയി. അവിടെ അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ ആമുഖമായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ 9-ാം അധ്യായത്തിന്റെ 24-ാമത്തെ ആയത്തിൽ അല്ലാഹു തആല പറഞ്ഞത്, ഖുൽ റസൂലേ, അവരോട് പറഞ്ഞു കൊടുക്കുക, റസൂലേ, നിങ്ങൾക്ക് അള്ളാഹിനോട് ഇഷ്ടം ഉണ്ടാവേണ്ടത്, ഇൻകാന ആബാഉക്കും വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളോ മാതാപിതാക്കളോ ആണ് എന്നുണ്ടെങ്കിൽ, വഇഖ്വാനുക്കും വഅസ്വാജുക്കും, നിങ്ങളുടെ ഇണകളാവട്ടെ, നിങ്ങളുടെ സഹോദരങ്ങളാവട്ടെ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങളാവട്ടെ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ സ്വരൂപിക്കുന്ന നിങ്ങളുടെ സമ്പാദ്യമാവട്ടെ, നഷ്ടം സംഭവിക്കുമോ എന്ന് ഭയപ്പെടുന്ന കച്ചവടങ്ങളാവട്ടെ, വമസാകിനു തർലൂനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ ഭവനങ്ങളാവട്ടെ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അല്ലാഹുവിനെക്കാളും അവന്റെ റസൂലിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, വജിഹാദിൻ ഫീ സബീലി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തിനെക്കാളും നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാന്റെ കൽപ്പന നിങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അള്ളാന്റെ കൽപ്പന, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങളിലേക്ക് കടന്നു വരുന്നതിന് നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു കൊള്ളുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഈ ഫാസിഖീങ്ങളായ ആളുകൾക്ക് അല്ലാഹു തആല നേർമാർഗം കൊടുക്കൂല. ആരെ അല്ലാഹ് ഫാസിഖ് എന്ന് പറഞ്ഞേ? ആരെ ഫാസിഖ് എന്ന വാക്കിന്റെ മലയാളം? തെമ്മാടികളായ മനുഷ്യരാണ്. അവർക്ക് അല്ലാഹു നേർമാർഗം കൊടുക്കൂല. ആരെ അല്ലാഹ് ഫാസിഖ് എന്ന് വിളിച്ചേ? അള്ളാഹിനെക്കാളും റസൂലിനെക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെക്കാളും മാതാപിതാക്കളോടോ മക്കളോടോ അവന്റെ കുടുംബത്തോടോ സഹോദരങ്ങളോടോ ഇണകളോടോ സമ്പത്തിനോടോ കച്ചവടത്തോടോ ഭവനങ്ങളോടോ ഇഷ്ടം വെച്ചവരുണ്ടോ? അവരെയാണല്ലോ ഫാസിഖ് എന്ന് പറഞ്ഞത്.
പ്രിയമുള്ള, ഇതിനേക്കാളൊക്കെ ഇഷ്ടമുണ്ടാകേണ്ടത് ആരോടാ? അള്ളാനോട്. അള്ളാനോട് കൃത്യമായ മാതൃക അള്ളാഹുവിന്റെ ദീന വിഷയത്തിലൂടെ തരുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയണം, എന്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം, എന്റെ അള്ളാനെയാണ് എനിക്കിഷ്ടം. മാതാപിതാക്കളോട് സ്നേഹം വെക്കാൻ പറഞ്ഞു. ആര് പറഞ്ഞതിന്റെ പേരിൽ? അല്ല പറഞ്ഞു. സ്വർഗം കിട്ടാനാണ്. കണ്ടോ, അള്ളാനേക്കാളും മേലെയല്ല. നിങ്ങൾ നോക്ക്, മഹാനായ എത്ര മാതൃകയാണ് ഇസ്ലാമിലൂടെ കാണാൻ സാധിക്കുന്നത്. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ മുമ്പിലൂടെ കടന്നു വരികയാണ്. അദ്ദേഹത്തിന് ഉമ്മാനോട് മഹബത്താണ്, ഇഷ്ടമാണ്. പക്ഷെ അള്ളാഹുവിലൂടെ വിശ്വസിച്ചതിന്റെ പേരിൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ മാതാവ് പറയാണ്, മോനെ, നിന്റെ മുമ്പിൽ ഞാൻ ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. ഉമ്മ മകന്റെ മുന്നിലൂടെ പെടഞ്ഞുകൊണ്ട് മരിക്കുന്നു പറഞ്ഞപ്പോ ഉമ്മാനോട് ഇഷ്ടമുള്ള ഏത് മക്കൾക്കാ അത് താങ്ങാൻ പറ്റുക, സഹിക്കാൻ പറ്റുക? സഅദ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുമ്പിലൂടെ ഓടി വന്നു. റസൂലേ, എന്റെ ഉമ്മ ഇങ്ങനെ എന്നോട് തീരുമാനം പറയുന്നുണ്ട്. റസൂലേ, അള്ളാന്റെ മുത്ത് റസൂലിനോട് ജിബ്രീൽ ആയത്ത് ഓതി കൊടുക്കുകയാണ്. വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി, അവരെന്നിലൂടെ പങ്കു ചേർക്കാൻ പറഞ്ഞുകൊണ്ട് അവർ നിന്നോട് പറഞ്ഞാലെന്നല്ല, അവർ നിന്നോട് കൽപ്പിച്ചാലെന്നല്ല, അവർ നിന്നോട് ആഹ്വാനം ചെയ്താലെന്നല്ല, അവർ നിന്നോട് ജിഹാദ് ചെയ്താൽ പോലും അവരെ നിങ്ങൾ അനുസരിക്കാൻ പാടില്ല. ആ വിഷയത്തിൽ അവരനുസരിക്കണ്ട എന്ന് വിചാരിച്ച് ഉമ്മിപ്പ എന്നോട് ശിർക്ക് ചെയ്യാൻ പറഞ്ഞല്ലേ, അതുകൊണ്ട് എന്റെ ചെലവിൽ അവർ കഴിയണ്ട, തീരുമാനിക്കാൻ അവകാശമില്ല. വസ്വാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയാവിൽ എന്തൊക്കെ നന്മ ചെയ്തു കൊടുക്കാനുണ്ടോ അത് മുഴുവൻ അവർക്ക് ചെയ്തു കൊടുക്കണം. പക്ഷെ ഈ വിഷയത്തിൽ, അള്ളാഹനെ ധിക്കരിക്കണ വിഷയത്തിൽ അവരനുസരിക്കാൻ പാടില്ല. ആ ഉമ്മാനെക്കാളും വലുതാരൻ? സഅദ് റളിയല്ലാഹു അൻഹു നേരെ ഉമ്മാടെ മുമ്പിൽ ഓടിപ്പോയി പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഉമ്മ, ഒന്നല്ല 100 ശരീരം എന്റെ ഉമ്മാക്കുണ്ടായിട്ട് ഓരോ ശരീരം എന്റെ മുന്നിൽ വെച്ച് പെടഞ്ഞു മരിച്ചാലും ഞാൻ എന്റെ വിശ്വാസത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. കാരണം എന്താ? ആ ഉമ്മാനെക്കാളും എനിക്ക് വലുതല്ല, ആ ബാപ്പാനെക്കാളും എനിക്ക് വലുതല്ല. അള്ളാഹുവിനോടുള്ള സ്ഥാനമാണ്, മഹത്വമാണ് അവിടെ പറയുന്നത്. നിങ്ങൾ വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ മുഴുവൻ ക്രോഡീകരിച്ചു നോക്ക്. ഉമ്മാനോടും വാപ്പാനോടുള്ള കടമ പറയുന്നിടത്ത് അല്ല പറഞ്ഞവരോട് ചേർന്ന് പറയല്ലേ, അറപ്പോടുകൂടെ വെറുപ്പോടുകൂടെ നോക്കല്ലേ, കാരുണ്യത്തിന്റെ ചിറക് അവർക്ക് താത്തിയിട്ട് കൊടുക്കണേ. എത്രത്തോളം അള്ളാന്റെ ഹബീബ് പറഞ്ഞു എന്നറിയോ? ആ മാതാപിതാക്കളുടെ തൃപ്തി, അതിൽ മാത്രമേ അള്ളാഹു നിങ്ങളെ തൃപ്തിപ്പെടുള്ളൂ എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് അള്ളാന്റെ ഖുർആന്റെ ആയത്തുകളെ ക്രോഡീകരിക്കുമ്പോ എവിടെയൊക്കെ മാതാപിതാക്കളുടെ കടമ പറഞ്ഞോ, അതിനു മുമ്പ് അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, വഅബ്ദുല്ലാഹ് വലാ തുശ്രികൂ ബിഹി ശൈആ വബിൽ വാലിദൈനി ഇഹ്സാന. അല്ലാഹനെ മാത്രം ആരാധിക്കണോട്ടോ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുതട്ടോ, മാതാപിതാക്കളോട് നല്ല രീതിയിലൂടെ പെരുമാറണേ. വഖലാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന. വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവിതാ വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ, അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കല്ലേ. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നിങ്ങളുടെ നന്മ പ്രവർത്തിക്കണേ. ഏറ്റവും വലിയ സ്ഥാനം കൊടുത്തു അല്ലാഹ്. ആ അള്ളയാണ് പറയണത്. ആ ഉമ്മിപ്പിങ്ങളെ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ അല്ല തൃപ്തിപ്പെടൂല കേട്ടോ. കണ്ടോ? അപ്പൊ അള്ളാഹിനോട് മഹബത്ത് ഉണ്ടാവുക, അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തില് മാതാപിതാക്കൾ അനുസരിക്കാതിരിക്കാൻ അതിനും മുകളിൽ അള്ളാഹുവാൻ തെളിയിച്ചിട്ടില്ലേ? ഖലീലുല്ലാഹി ഇബ്രാഹിം നബിയോട് വാപ്പ ആസര പറയുന്ന ഒരു വാക്കുണ്ട്, ലാ ഇലാഹ എന്ന് പറയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞു. ആ വാപ്പാന്റെ കാല് പിടിച്ച് വാപ്പാന്റെ ബിസിനസ്സും നടത്തി വാപ്പാന്റെ കൂടെ നിൽക്കാൻ ഇബ്രാഹിം നബി തീരുമാനിച്ചില്ല. വിഗ്രഹത്തെ ഉണ്ടാക്കി വിൽക്കുന്ന വരുമാനമുള്ള ആസർ എന്ന് പറയുന്ന മനുഷ്യനേക്കാളും എനിക്ക് വലുത് അള്ളാഹുവാണെന്ന് കരുതി ഇറങ്ങിയിട്ടുള്ള ആളുകളാണ്. ഇങ്ങനെ ഒരുപാട് മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ എല്ലാ സൗകര്യത്തിൽ നിന്ന് ഇറങ്ങി തിരിച്ച ആളുകളാണ്. പ്രിയമുള്ളവർ, ഏറ്റവും വലിയ മഹബത്ത് അള്ളാഹിനോട്.
വഅബ്നാഉക്കും, നിങ്ങളുടെ മക്കളെക്കാളും മഹബത്ത് ഉണ്ടാവേണ്ടത് അള്ളാഹിനോടാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി തിന്മ ചെയ്യുന്ന ആളുകളുണ്ട്, മക്കൾക്ക് വേണ്ടി ഹറാമിലേക്ക് പോകുന്ന ആളുകളുണ്ട്, അള്ളാഹിനെ മറക്കണ ആളുകളുണ്ട്. മക്കളുടെ പല വിഷയങ്ങളിലും ഒരു മക്കളെ കിട്ടാൻ വേണ്ടി പോലും റബ്ബല്ലാത്ത വഴികളിലേക്ക് നീങ്ങുന്ന ആളുകളുണ്ട്. പത്രങ്ങളിലൂടെ ഗുരുവായൂരമ്പലത്തിന്റെ തുലാഭാരത്തിന്റെ ത്രാസുകളിൽ ഹാജി എന്ന ഓമന പേരിട്ട ആളെ കണ്ടു എന്ന് മാതൃഭൂമിയും മനോരമയും റിപ്പോർട്ട് ചെയ്യുമ്പോ അള്ളാഹു ഒരു മക്കളെ കൊടുക്കാതെ പരീക്ഷിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്റെ ചരിത്രമുറങ്ങുന്ന മക്കയുടെ മണ്ണില് ഇബ്രാഹിം നബിയുടെ കാൽപാദങ്ങളെ പിന്തുടർന്ന സഫാ മർവക്കടയിലൂടെ ഇസ്മാഈലിന്റെ കുടിനീരിന് വേണ്ടി ഓടിയ ഹാദറിന്റെ ചരിത്രങ്ങളെ അനുസ്മരിച്ചിട്ട് അതിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് തിരിയാതെ അമ്പലത്തിന്റെ തുലാഭാരത്തിന്റെ ത്രാസുകളിലൂടെ മക്കൾക്ക് വേണ്ടി തൂങ്ങുന്നവരെ, ആ മക്കളെ എനിക്ക് റബ്ബ് തന്നില്ലെങ്കിലും അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കപ്പുറത്ത് ചലിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ എന്റെ മക്കളെക്കാളും എനിക്ക് വലുതല്ല എന്ന് പറയാൻ കഴിയോ നമുക്ക്? ഉമ്മു അമ്മാറ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ മുമ്പിലൂടെ വന്നു. യുദ്ധത്തിന് വേണ്ടി സ്വത്തിങ്ങനെ സമാഹരിക്കാൻ ഉള്ളവരുള്ളതൊക്കെ കൊടുക്കുന്നു. അവരുടെ കയ്യിലൊന്നുമില്ല. അവര് പറഞ്ഞു, റസൂലേ, എന്റെ ചോര പൈതലന്റെ നബിയെ, ഒരു വെട്ടിലെടുക്കാൻ കഴിയുമെങ്കിൽ അതിനെ സ്വീകരിക്കുക റസൂലേ. അള്ളാന്റെ റസൂൽ സ്വീകരിക്കില്ല. അള്ളാന്റെ റസൂൽ ആ കുട്ടീനെ കൊണ്ടുപോവില്ല. പക്ഷെ ഉമ്മാന്റെ മനസ്സില്ലേ, എന്റെ കയ്യിൽ തരാൻ ഈ കുട്ടിയുള്ളൂ. കാരണം ഇതിനെക്കാളും വലുത് എനിക്കെന്റെ അല്ലാഹ്. അള്ളാഹ്ക്കതൊരു വാക്ക് പോലും പറയാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കുട്ടി നഷ്ടപ്പെടുമ്പോ ഇത്രയും കാലം റബ്ബേ നിനക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തിട്ട് നീ ഇതല്ല എനിക്ക് തന്നതെന്ന് നന്ദികേട് പറയുന്ന ആൾക്കാരുണ്ട്. മുത്തുനബിയുടെ ഓരോ ആൺമക്കളും ഒന്നൊന്നായി മരണപ്പെട്ട് അവസാനമുണ്ടായിരുന്ന ഇബ്രാഹിം എന്ന പൊന്നുമോനെ, ആ മകനും ലോകത്തോട് വിട പറയുമ്പോ മകന്റെ ജനാദ മടിയിൽ വെച്ചിരിക്കുന്ന പിതാവിനോട് ആശ്വസിപ്പിക്കുന്നതിന് പകരം വാല് മുറിഞ്ഞില്ല മുഹമ്മദേ എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോ അള്ളാഹു സമാധാനിപ്പിച്ചു, ഇന്ന ഷാനിയക ഹുവൽ അബ്തർ, നിന്നോട് വിദ്വേഷം വെക്കുന്നവരാണ് വാലറ്റവരെ. അന്ന് മുത്തറസൂല് പറഞ്ഞു, മോനെ ഇബ്രാഹിം, ഇന്നാ ബിമൗതിക ലമഹ്സൂനൂന യാ ഇബ്രാഹിം, പൊന്നുമോനെ നിന്റെ മരണത്തിൽ ദുഃഖമുണ്ട്. പക്ഷേ അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്കെന്റെ വായിൽ നിന്ന് വരൂല എന്ന് പറഞ്ഞ റസൂലുള്ളാഹ്. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് ഞാൻ പറയില്ല. നമ്മൾ എത്ര ആ മക്കള് പോകുമ്പോ ഇനി എന്തിനാ ഞാൻ നിസ്കരിക്കണേ, ഇനി എന്തിനാ ഞാൻ നോമ്പെടുക്കണേ, ഇത്രയും കാലം അള്ളാഹ് ചെയ്തിട്ട് എന്റെ മകൻ ഇങ്ങനെയല്ലേ ചെയ്തത്. ഇല്ലട്ടോ, ആ മക്കളെക്കാളും വലുതല്ല. മലയിടുക്കുകൾക്ക് താഴെ ഇസ്മായിലിന്റെ കഴുത്തിൽ കത്തിവെക്കുമ്പോ അല്ല പറഞ്ഞിട്ടല്ലേ ബാപ്പ അനുസരിച്ചോള വഅ്മുർ, താങ്കൾ അല്ല കൽപ്പിച്ച ആ കൽപ്പനയില്ലേ, അതിനെ താങ്കൾ അനുസരിക്കണമെന്ന് ഇസ്മായിൽ അലൈഹിസ്സലാം പറയുമ്പോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ വല്ലാത്തൊരു വാക്കില്ലേ, വത്തല്ലഹു ബിൽ ജബീൻ, മോന്റെ നെറ്റി മണ്ണിനോട് ഇബ്രാഹിം നബി ചേർത്ത് വെച്ചറുക്കുമ്പോ ഇബ്രാഹീമിന് ആറ്റുനോറ്റ് കിട്ടി ഇസ്മായിലിന്റെ മുഖം കണ്ട് മകന്റെ കഴുത്തിലൂടെ കത്തിവെക്കാൻ ആ വാപ്പാന്റെ കൈക്ക് കരുത്തില്ല. നോക്കി മുഖം കാണാതിരിക്കാൻ മകനെ കമിഴ്ത്തി വെച്ച, എന്നാലും ഇത്ര വലിയ വാത്സല്യമുള്ള എന്റെ മകനെക്കാളും എനിക്ക് വലുതല്ല പറയാൻ കഴിയണം. പ്രിയമുള്ളവരെ, എന്റെ മോനെക്കാളും എന്റെ മകനെക്കാളും എന്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടം, എന്റെ അള്ളാനെയാണ് എനിക്കിഷ്ടം. കണ്ടോ, അള്ളാഹ്ക്ക് താഴെയാണെല്ലാം. ആ ഒരു സ്നേഹമുണ്ടാകാൻ അല്ല പറയാൻ, നോക്കേ, നിങ്ങളുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, നിങ്ങളുടെ സഹോദരങ്ങളെക്കാൾ സാഹോദര്യ ബന്ധത്തിന്റെ കൂട്ട് പറയുമ്പോ പ്രിയമുള്ളവരെ, എല്ലാ സാഹോദര്യ ബന്ധങ്ങളും അനുവദിച്ചതാണ്. പക്ഷെ അള്ളാഹിനെ ധിക്കരിക്കുന്ന വിഷയത്തിലെ, അള്ളാഹുവിനോട് എതിർക്കുന്ന വിഷയത്തിലില്ല. അതിൽ സഹോദരനാണോ വാപ്പയാണോ ഉമ്മയാണോ ഒന്നുമില്ലല്ലോ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു പിന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബദറിന്റെ രണഭൂമിയിലെ മകനെ ഓപ്പോസിറ്റ് സൈഡിൽ നേരിട്ടൊരാളാണ്. നിങ്ങൾക്കറിയോ, ചരിത്രങ്ങളെ പിന്നീട് മറിഞ്ഞ് ആ മകനും ഇസ്ലാമിലേക്ക് കടന്നു വന്നു. സഹാബത്ത് ഒരിക്കലും ഇങ്ങനെ ചരിത്രം പറയുന്നതിന്റെ ഇടയിലെ അദ്ദേഹത്തിന്റെ മകൻ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ പറഞ്ഞു, വാപ്പ, യുദ്ധത്തിന്റെ രണഭൂമിയിൽ എന്റെ വാളിന്റെ മുന്നിൽ പലതവണ അങ്ങ് മാറി വന്നപ്പോ അങ്ങേ നേരിടല്ലേ എന്ന് കരുതി ഞാൻ പിന്മാറിയിരുന്നു. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്, മോനെ, ഞാൻ നിന്നെ തേടി നടക്കുകയായിരുന്നു. കാരണം എനിക്ക് ഈ മോനേക്കാളൊക്കെ വലുത് പഠിച്ചോനാൻ. സാഹോദര്യങ്ങളുണ്ട് പ്രിയമുള്ളവരെ.
പക്ഷേ നിങ്ങൾ ആലോചിക്കുക, ആ സാഹോദര്യ ബന്ധത്തെക്കാൾ വലുതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹനെ ധിക്കരിക്കുന്ന വിഷയത്തിലെ മക്കയിൽ നിന്ന് യസ്രിബിന്റെ മണ്ണിലേക്ക് പാലായനം ചെയ്യുമ്പോൾ അവരുടെ കുടുംബങ്ങൾ പലതുവിടെയാ, രക്തബന്ധങ്ങൾ പലതുവിടെയാ. പക്ഷേ അള്ളാഹുവിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് മുറുകെ പിടിച്ച് ജീവിക്കാൻ നിങ്ങളുടെ സഹോദരങ്ങളെ മാത്രമല്ല താങ്ങായി തണലായി വർത്തിക്കാനുള്ള നിങ്ങളുടെ അസ്വാജുക്കും നിങ്ങളുടെ ഇണകളുണ്ടോ, നിങ്ങളുടെ ഭാര്യമാരുണ്ടോ, നിങ്ങളുടെ ഭർത്താക്കന്മാരുണ്ടോ, അതിനും വലുത് അല്ലാഹ്. ഏറ്റവും വലിയ പ്രണയം പറഞ്ഞത് ആരോടാണെന്നറിയോ? ലോകത്ത് പ്രണയത്തിന് 90-ലധികം പദങ്ങളുണ്ട് അറബി ഭാഷയിൽ. അതിന്റെ സുപ്പീരിയർ പദവിയിൽ ഉപയോഗിച്ച പദമാണ് മവദ്ദ. ഏറ്റവും വലിയ പ്രണയം ദമ്പതികൾക്കിടയിലാണ്. തന്റെ ഭാര്യനെ, തന്റെ ഭർത്താവിനെ അകമഴിഞ്ഞ് പ്രണയിക്കാൻ പറയും. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കേ, അതൊരിക്കലും അള്ളാഹനെ ധിക്കരിക്കണ വിഷയത്തിലാവാൻ പാടില്ല. അവരെക്കാളും എനിക്ക് വലുത് അള്ളാഹുവാണ്. പുരാതനമായ ഹിജാസിന്റെ സംസ്ഥാനത്തിലെ മക്ക എന്ന് പറയുന്ന പ്രദേശത്തിലെ പാറനിബിഡമായി കിടക്കുന്ന മക്കയുടെ മണ്ണിലെ അള്ളാഹു പറഞ്ഞു, ഇബ്രാഹിമേ, നിന്റെ ഭാര്യ മകൻ അവിടെ കൊണ്ടുപോയി വെക്കണം, ഇസ്മായിലിനെ, ഭാര്യ ഹാജറിനെ. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇന്നത്തെ ജനതപിടമായ മക്കയല്ല. അന്ന് ഒഴിഞ്ഞു കിടക്കുന്ന പ്രദേശമാണ്. ഭക്ഷണമില്ല, വെള്ളമില്ല. അള്ളാഹിനോട് ആത്മാർത്ഥമായി നൊന്ത് പ്രാർത്ഥിച്ചിട്ടാ ഇബ്രാഹിം നബി മടങ്ങുന്നത് പോലും. പക്ഷെ അള്ളാഹ് പറഞ്ഞു ഭാര്യനെ കൊണ്ടുപോയി വെക്കണം. ശരി, അവിടെ കൊണ്ടുപോയി വെക്കാൻ തയ്യാറായി. അതിനപ്പുറം അവർക്കൊന്നുമില്ല. അതിനപ്പുറം നമുക്ക് ആരാ കൽപ്പിച്ചത്? അള്ളാഹുവാണ്, പടച്ച റബ്ബാണ്. ആ മക്ക പടച്ച റബ്ബാണ്, ഇബ്രാഹിമിനെ പടച്ച റബ്ബാണ്, ഹാജറിന്റെയും ഇസ്മായിലിന്റെയും റബ്ബാണ്, സകലധരാധരങ്ങളെ നിയന്ത്രിക്കുന്ന റബ്ബാണ്. ആ റബ്ബ് പരിഹാരം കാണും. ആ അല്ലാഹ് പറഞ്ഞിട്ടുണ്ടോ? അനുസരിക്കലാണ് അടിമയുടെ ബാധ്യത. അതുകൊണ്ട് ഹാജറിനെ കൊണ്ടുപോയി വെക്കുമ്പോ അതിനും വലുതല്ല. പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിച്ചതിന്റെ പേരിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന ഒരു പിതാവിനെ നിങ്ങൾ ചരിത്രങ്ങളിലൂടെ പഠിച്ചിട്ടുണ്ടോ? സ്വന്തം മക്കളാണ്, സ്വന്തം പെൺമക്കളാണ് മുത്തുനബി ദീന് പറഞ്ഞതിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്യപ്പെട്ടത്. എന്നെ മക്കൾക്ക് വേണ്ടി, അവരുടെ ഭർത്താക്കന്മാർക്ക് വേണ്ടി തൽക്കാലൊന്ന് മയപ്പെടുത്താന്ന് അള്ളാന്റെ റസൂൽ വിചാരിച്ചിട്ടില്ല. അവരെ ത്വലാഖ് ചൊല്ലപ്പെട്ടപ്പോ അത് അള്ളാന്റെ മാർഗത്തിലൂടെ, ഒരു വാപ്പ എന്ന അർത്ഥത്തിലൂടെ സഹിക്കാൻ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇണകളുടെ തൃപ്തിക്ക് വേണ്ടി ഏതൊക്കെ ഹറാമിലേക്കാണ് മനുഷ്യർ സഞ്ചരിക്കുന്നത്. ദീന് വളരെ പ്രധാനമാണ് കേട്ടോ, ദീന് വളരെ പ്രധാനമാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കൊന്ന മനുഷ്യൻ ആരാണെന്നറിയോ നിങ്ങൾക്ക്? ആരെന്നറിയോ? അബ്ദുറഹ്മാൻ ബിൻ മുൽജിം. നമ്മൾ പേര് കേൾക്കുമ്പോ കലാപകാരി, അക്രമി എന്നൊക്കെ വിചാരിക്കുമ്പോ ചരിത്രത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ റൈറ്റ് ഹാൻഡായി അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന വ്യക്തിത്വം. അദ്ദേഹത്തിന് മതപാണ്ഡിത്യമുണ്ട്. ഖുർആനിലും പ്രവാചകന്റെ ഹദീസുകളിലും അധ്യാപനങ്ങളിലും ഇൽമുള്ള മനുഷ്യന്. അലി റളിയല്ലാഹുവിന്റെ എപ്പ പള്ളിയിലേക്ക് വരുമെന്ന് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. പിന്നെ എവിടെയാ പ്രശ്നം ഉണ്ടായത്? ഇത്ര നല്ല വിശ്വാസം, ഈമാൻ, അറിവൊക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ എവിടെയാ പാളിപ്പോയത്? ഖവാരിജിയത്തിൽപ്പെട്ട ഒരു പെണ്ണിനോട് പ്രണയം തോന്നിയതാണ്. അവളെ വിവാഹം കഴിക്കാൻ നിന്നപ്പോ സഹാബത്ത് പലരെ എതിർത്തു. അവൾക്ക് ഈമാനില്ല, പഴച്ച കക്ഷിയാണ്. പക്ഷേ അവളെ ഞാൻ നന്നാക്കിക്കോളാന്നും പറഞ്ഞ് ആ സ്ത്രീയെ വിവാഹം കഴിച്ചതിന്റെ അനന്തരഫലം ഇദ്ദേഹം അന്നത്തെ ഖവാരിജിയത്തിലേക്ക് പോയി എന്ന് മാത്രമല്ല, അക്കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഏറ്റവും മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും വലിയ ശത്രുവായി. അലി റളിയല്ലാഹുവിന്റെ തലക്ക് നേരെ വാള് വെട്ടുമ്പോ അബ്ദുറഹ്മാൻ ഇബ്നു മുൽജിം പറഞ്ഞ വാക്കുണ്ട്, അലി, ഇതല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്, ഇതല്ലാഹ്ക്ക് വേണ്ടിയിട്ടാണ്. ആലോചിച്ചു നോക്ക് പ്രിയമുള്ളവരെ, എത്ര ഒരു ഭാര്യയുടെ തൃപ്തിക്ക് വേണ്ടി അവളുടെ ആശയത്തിലേക്ക് പോകുമ്പോ അള്ളാഹിനെക്കാളും വലുതല്ലാട്ടോ ഒരിണകളും. ഭർത്താവ് തെറ്റ് ചെയ്യാൻ പറഞ്ഞോ, ഭർത്താവിനോടുള്ള എല്ലാ മാന്യതയും നിലനിർത്തി തന്നെ ആ തിന്മയിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. അതിലാളെ അനുസരിക്കേണ്ട ആവശ്യമില്ല. ഭാര്യ അള്ളാഹ്ക്ക് മേൽ അനുസരിക്കേണ്ട ആവശ്യമില്ല. അവരെ അള്ളാഹുവിനും റസൂലും പഠിപ്പിച്ചതുപോലെ അവരെ അനുസരിക്കാനാണ്. അതുപോലെ തന്നെ വാശീറച്ചുക്കും, നമ്മളുടെ ബന്ധുക്കളെക്കാൾ ഏറ്റവും വലിയ മഹബത്ത്. ചരിത്രത്തിൽ അതിന്റെ തെളിവാണ് ഹിജറ. അവരുടെ എല്ലാം മക്കയിലാണ്. സമ്പത്ത്, വീട്, കുടുംബങ്ങള് ഒക്കിട്ട് പോയില്ലേ?
അവർക്കതൊന്നൊരു പ്രശ്നമല്ല പ്രിയമുള്ളവരെ. അതുപോലെ സ്വരൂപിക്കുന്ന സമ്പത്തിനേക്കാളും വലുത് അല്ലാഹ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഹിജ്റ പോണ സമയത്ത് അദ്ദേഹത്തിന്റെ വീട്ടില് മക്കളുണ്ട്. അസ്മാ ബീവി ഉണ്ട്, ആയിഷ ബീവി ഉണ്ട്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ അബൂ ഖുഹാഫ കണ്ടു കാണാത്ത മനുഷ്യന്. അപ്പൊ അബൂ ഖുഹാഫ വീട്ടിൽ വന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കുറ്റപ്പെടുത്തി. കാരണം എന്താണ്, ഈ മക്കൾ ഇവിടെ ഇട്ട് ഒന്നുമില്ലാതെ അവൻ പോയല്ലോ എന്നുള്ള രീതിയിൽ സംസാരിച്ചപ്പോ ആ മക്കള് പുറകിൽ പോയി ഒരു പാത്രത്തിൽ കുറച്ച് കല്ലിട്ട് അതിങ്ങനെ കിലുക്കി കാണിച്ചിട്ട് പറഞ്ഞു, ഇത് മുഴുവൻ ഞങ്ങളുടെ വാപ്പ ഞങ്ങൾക്ക് വേണ്ടി വെച്ച് തന്നതാണ്. കണ്ടോ, അവർക്കൊന്നില്ല എന്നുള്ള വേദനയില്ല. അള്ളാന്റെ മാർഗത്തിലെ ഞങ്ങൾക്ക് ഏറ്റവും തൃപ്തിപ്പെടാൻ ഈ ബന്ധങ്ങളെക്കാളും വീടിനേക്കാളും കച്ചവടത്തെക്കാളും സമ്പത്തിനേക്കാളും എനിക്ക് വലുത് അള്ളാഹുവാണെന്ന് പറയാൻ. പക്ഷെ നമ്മൾ ആലോചിച്ചൊക്കെ അള്ളാഹിനെ മറക്കണില്ലേ മനുഷ്യന്മാരെ പല സന്ദർഭങ്ങളിലും ഇല്ലേ? അള്ളാഹു തആല ഹറാമാക്കിയതിലേക്ക് പലതിലേക്കും മനുഷ്യൻ ഓടിയിട്ടില്ലേ? എന്തിന്റെ പേരിലാണ്? അവന്റെ സമ്പത്തിന്റെ വിഷയത്തിലായിരിക്കാം. ഇതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലാന്ന് പറയാൻ ഓർക്കണേ, മദീനയിലൂടെ ഉഹദിന്റെ രണഭൂമിയിലൂടെ ഷഹീദായ മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ മോനാണ്. സമ്പത്തുള്ള ഉമ്മാടെ മകനാ. ഇന്ന് ധരിച്ച മോഡല് വസന്നാളെ ധരിക്കാതിരുന്ന, ഇന്ന് ഉപയോഗിക്കുന്ന പെർഫ്യൂം തൊട്ടടുത്ത ദിവസങ്ങളിലൂടെ ഉപയോഗിക്കാതിരുന്ന മിസ്അബ് ഇറങ്ങി വരുമ്പോ ആളുകൾ കാത്തു നിൽക്കുന്നത് മിസ്അബിന്റെ സുഗന്ധം ആസ്വദിക്കാനായിരുന്നുവെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞപ്പോ അർഖം ഇബ്നു അബീ അർഖം റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടില് അല്ലാഹുവിന്റെ ദീന് പഠിക്കാൻ ഒളിച്ചും പതുങ്ങിയും കടന്നു വരുന്ന മിസ്അബ് ഉമ്മ അറിയാണ്, ബന്ധനസ്ഥനാക്കി വെക്കുന്നുണ്ട്. പിന്നീടും മാറ്റമില്ല. അബ്ശീനയിലേക്ക് ഹിജ്റ പോയ മഹാനാണ്. പ്രിയമുള്ളവരെ, ഒരിക്കലും മകനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോ ആ ഉമ്മ മകനെ ഉപേക്ഷിക്കുകയാണ്. എല്ലാ സമ്പത്തും മിസ്അബിന് നഷ്ടമാണ്. എല്ലാ സമ്പത്തും നഷ്ടായി. ഉമ്മാന്റെ സ്നേഹം നഷ്ടായി, ഉമ്മാന്റെ സമ്പത്ത് നഷ്ടായി. ഈ ഉപയോഗിച്ചിരുന്ന പ്രൗഢി ചില്ലറ കാര്യമല്ല. നമ്മൾ പറയും, ആ കുട്ടിയില്ലേ പട്ടിണി കിടന്നവനെ, പട്ടിണി കിടക്കണവന് പട്ടിണി ഒരു പ്രശ്നമല്ല. സൗകര്യത്തിന് താഴേക്ക് വീണാൽ താങ്ങാൻ പറ്റൂല. മുസ്തഫ ഒന്നുമില്ലായിരുന്നു. പക്ഷേ അദ്ദേഹം അവിടെ ഉറച്ചു നിന്നു. മദീനയിലെ ഡോർ ടു ഡോർ ദഅവ, ഓരോ വീടാന്തരം കയറി ഇറങ്ങാൻ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു. അവസാനം ഉഹദിന്റെ രണഭൂമിയിലെ രണ്ട് കയ്യും മറ്റുപോയി നെഞ്ചിന്റെ മേലെ തുളയിട്ട് താഴെ കിടക്കുമ്പോ അള്ളാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കുണ്ട്, പണ്ട് ഞാൻ മക്കയിൽ യൂസുഫിനെ കാണുമ്പോ ഇതുപോലൊരു സുമുഖൻ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ അങ്ങ് പാറിപ്പറിഞ്ഞ മുടിയുമായിട്ട് ആ തുണിയോണ്ട് കഫൻ ചെയ്യാൻ പോലും പറ്റണില്ല. കാരണം നീളം പോരാ, തലമറക്കുമ്പോ കാലുമക്കില്ല, കാലം മറച്ച തലമക്കില്ല. പുല്ല് വെട്ടിക്കൊണ്ട് വാ സഹാബാ, മിസ്അബിന്റെ കാൽഭാഗം ഞാനൊന്ന് കഫൻ ചെയ്യട്ടെ എന്നല്ലാന്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ത്യാഗങ്ങളാ! പക്ഷെ ഈ സമ്പത്തിനേക്കാളൊക്കെ വലുത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ എല്ലാം ഇവിടെയാണ്. നിങ്ങൾ നോക്കി, ഏത് സ്വഹാബത്തിനടുത്ത് പരിശോധിച്ചോ, അതിനെ നമ്മളൊക്കെ സമ്പത്തിനു വേണ്ടി അള്ളാഹിനെ മറക്കണ ആൾക്കാരല്ലേ പലപ്പോഴും. ഒരു ഹറാമിന്റെ വഴി കൂടുമ്പോൾ നമ്മൾ പറയും തൽക്കാലം ബുദ്ധിമുട്ട് മാറാന്, അവിടെ അത് ഹറാമെന്നൊക്കെ അറിയാം എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആ പണത്തിന് വേണ്ടി അള്ളാഹുവിനെ മറക്കുന്നുണ്ടെങ്കിൽ അത് വലിയ തിന്മയാണ്. ഏറ്റവും വലിയ ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹിനോടാണ്. ഉമർ റളിയല്ലാഹു അൻഹു മരിക്കണ നേരത്തെ പറഞ്ഞില്ലേ, ആകാശഭൂമി നിറയെ സ്വർണവും വെള്ളിയും കിട്ടിയാലും പരലോകത്തെ രക്ഷപ്പെടാൻ വേണ്ടി ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് പറഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പാഠമാണ് പ്രിയമുള്ളവരെ. അതുപോലെ തന്നെ നാം നഷ്ടം സംഭവിക്കുമോ എന്ന് നമ്മൾ ഭയപ്പെടുന്ന കച്ചവടം, അതിനേക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാഹിനോടാണ്. പലപ്പോഴും തന്നെ കച്ചവടത്തിന്റെ തിരക്ക് കാണുമ്പോൾ പല ദീനിന്റെ മേഖലകളും മാറ്റിവെക്കുന്ന ആളുകളുണ്ട്. അമിത ലാഭം കാണുമ്പോൾ നാളെ പടച്ചോൻ പരലോകത്ത് തിരിഞ്ഞുപോലും നോക്കാത്ത ആൾക്കാരെന്നറിയും. അതിൽ ഏറ്റവും പ്രധാനമാണ് അള്ളാഹ് പറയാണ്, അങ്ങോട്ട് വന്ന് ഞാൻ തിരിഞ്ഞു നോക്കൂല, ഞാൻ മിണ്ടൂല്ല, സംസാരിക്കില്ല, കാരുണ്യത്തിന്റെ നോട്ടമില്ല, സംസ്കരിക്കില്ല. കുറച്ച് കടുപ്പാണ് കേട്ടോ. നിസ്കാരായി, നോമ്പായി, ഹജ്ജായി ഒക്കെ ഇട്ട് അള്ളാന്റെ അടുക്ക വന്ന് അള്ളാഹ്ക്ക് വേണ്ട. ആരാ? കള്ളം പറഞ്ഞ് കച്ചവടം ചെയ്തവനാണ്. നമുക്ക് ആ അല്ലദീ യബീഉ സിൽഅതഹു ബിൽ ഹൽഫിൽ കദിബ്, കള്ളസത്യം പറഞ്ഞിട്ട് കച്ചവട സാധനങ്ങളെ വിറ്റഴിച്ചിട്ടുണ്ടോ?
അല്ല തിരിഞ്ഞു നോക്കൂല എന്ന, സംസാരിക്കില്ല എന്ന. അപ്പോ ഈ കച്ചവടത്തെക്കാളും എനിക്ക് വലുത് അല്ലാഹുവാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുംഅത്തി ഫസ്ഉ ഇലാ ദിക്രില്ലാഹി വദറുൽ ബൈഅ. ജുമാക്കുള്ള വിളി വരുമ്പോ കച്ചവടം മാറ്റിവെച്ച് ആ ജുമാക്ക് നിങ്ങൾ വരണമെന്ന് പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മൾ എന്തിന് അമിത ലാഭം കണ്ടിട്ടാണോ? റിസ്ക് തരുന്നത് അല്ലാഹു അല്ലേ? അള്ളാന്റെ ഖജനാ വിശാലമല്ലേ? ആ അള്ളാൻ അനുസരിക്കാനുള്ള ഒരു മനസ്സുണ്ടായ പോരെ? നമ്മളെ പടക്കുന്നതിന് മുമ്പ് നമ്മൾക്കുള്ള റിസ്ക് രേഖപ്പെടുത്തിയോന്നല്ലേ അല്ലാഹു സുബ്ഹാനഹു തആല. അതുപോലെ നമ്മുടെ വീടിനേക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടത് അള്ളാനോടാണ്. വീടിന് വേണ്ടി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ചെയ്യുന്ന ആളുകളുണ്ട്. സ്ഥാനം നിർണയിക്കുന്നവര്, കഞ്ഞിമൂല നോക്കുന്ന ആളുകള്, പാലേ കാച്ചാവൂ എന്ന് വാശി പിടിക്കുന്നവർ. പാല് കാച്ചുന്നത് തെറ്റല്ല പ്രിയമുള്ളവരെ, പക്ഷെ വീടിനെ പാലേ കാച്ചാവൂ എന്നൊരാൾ വാശി പിടിച്ചാൽ അത് തെറ്റാണ്. അത് ഹൈന്ദവ പുരാണങ്ങളോടുള്ള യോജിപ്പാണ്. പാലിഷ്ടമുള്ളവന് പാല് കാച്ചാം, ചായ വേണ്ടവന് ചായ വെക്കാം. അവിടെ പോലും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തത് പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്. ആ വീടിന് വേണ്ടി അള്ളാഹു വെറുക്കുന്ന വഴികളിലൂടെ സഞ്ചരിക്കുന്ന ആളുകളുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നുമില്ലാതെ മക്കയുടെ മണ്ണില് എല്ലാം ഇട്ടെറിയേണ്ടി വന്നപ്പോഴും അതിനേക്കാളും വലുത് അല്ലാഹുവാണ് എന്ന് കരുതി ഉടുതുണിയുമായി ഇറങ്ങി തിരിച്ച സ്വഹാബത്തില്ലായിരുന്നോ? ഇല്ലായിരുന്നോ? അവരാണ് നമ്മളുടെ മുമ്പിലുള്ള മാതൃക. അവരാണ് നമുക്ക് മുമ്പിലുള്ള മാതൃക എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലുത് എനിക്കല്ലാഹുവാണ്. ശത്രുക്കൾ കൊല ചെയ്യാൻ മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ, ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധനസ്ഥനായി വെക്കുന്ന സന്ദർഭങ്ങളില് അള്ളാഹിനോടുള്ള മഹബത്ത് മനസ്സിലാക്കാൻ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല ചെയ്യുന്നതിന് മുമ്പ് അന്ത്യാഭിലാഷമുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഭാര്യയെ കാണണമെന്നില്ല, മക്കളെ കാണണമെന്നില്ല, കുടുംബത്തെ കാണണമെന്നില്ല, എന്റെ അല്ലാഹ്ക്ക് വേണ്ടി 2 റക്അത്ത് നമസ്കരിക്കാ എനിക്ക് അവസരം നിങ്ങൾ നൽകണമെന്ന് പറഞ്ഞ ഖുബൈബ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് നിസ്കാരം. എന്നിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? എനിക്ക് മരിക്കാനുള്ള ഭയം കൊണ്ടാണ് സുദീർഘമായി നമസ്കരിക്കുന്നതെന്ന ചിന്ത നിങ്ങളിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇനിയും എന്റെ റബ്ബിന് വേണ്ടി ഞാൻ നിസ്കരിക്കുമായിരുന്നു. ഞാൻ കുറെ നേരം നിസ്കരിച്ച് നിങ്ങൾ വിചാരിക്കും എനിക്ക് മരിക്കാനുള്ള പേടിയുണ്ടെന്ന്. അല്ലെങ്കിൽ ഞാൻ ഇനിയും നിസ്കരിക്കുമായിരുന്നു. ഒരുപക്ഷെ ഖുബൈബിന്റെ ജീവിതത്തിലെ അവസാനത്തെ സുജൂദായിരിക്കാം. എന്റെ അള്ളാന്റെ ഇഷ്ടമാണ് വേണ്ടതെന്ന് പ്രഖ്യാപിച്ച അതേ ഖുബൈബിന്റെ മാതൃകയിൽ അള്ളാൻ ഇഷ്ടപ്പെടാൻ ഏറ്റവും വലിയ ഇണകളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, മക്കളെക്കാൾ, കുടുംബ ബന്ധക്കാൾ, സഹോദരങ്ങളെക്കാൾ, കച്ചവടത്തെക്കാൾ, സമ്പത്തിനേക്കാൾ, വീടിനേക്കാൾ എനിക്ക് മഹബത്തുള്ളത് എന്റെ റബ്ബാണ്. എന്റെ റബ്ബിനെയാണ് എനിക്കിഷ്ടമെന്ന് പറയാൻ നമ്മൾ പരിശ്രമിക്കണം, അധ്വാനിക്കണം. അതാവണം നമ്മുടെ ജീവിതത്തിന്റെ മുഖമുദ്ര. അല്ലാഹു തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഉസല്ലി വഉസല്ലിമു അലാ റസൂലിഹി നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ആളുകളുടെയൊക്കെ മനസ്സിലുള്ള വലിയൊരു സംശയമാണ് സ്ത്രീകളായ ആളുകൾക്ക് ഒരു ജനാസ, മയ്യത്ത് നമസ്കരിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രമാണങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒരു സ്ത്രീക്ക് ഒറ്റക്കായിട്ടും ജമാഅത്തായിട്ടും പുരുഷന്മാരുടെ ജമാഅത്തിൽ മഅ്മൂമായിട്ടും ഈ 3 വേളകളിലും ഒരു സ്ത്രീക്ക് മയ്യത്ത് നമസ്കരിക്കൽ അനുവദനീയമാണ് എന്നുള്ളത് തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തോട് വിട പറയുമ്പോൾ പ്രവാചകന്റെ മയ്യത്ത് നമസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളും മറ്റുള്ള മുഅ്മിനത്തുകളായ സ്ത്രീകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ നമസ്കരിച്ചു എന്നുള്ളത് തന്നെ അതിൽ ശ്രദ്ധേയമായൊരു വിഷയമാണ്. മറ്റൊരു വിഷയം, സ്വഹീഹ് മുസ്ലിമിലൂടെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. അന്നഹ ലമ്മാ തുവഫിയ സഅദ് ഇബ്നു അബി വഖാസ്, സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ അർസല അസ്വാജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യമുറു ബിജനാസതിഹി ഫിൽ മസ്ജിദ്
സഅദ് ഇബ്നു അബീ വക്കാസിന്റെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ഒരാളെ അയച്ച് നിർദ്ദേശം കൊടുക്കാൻ. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടങ്ങളിൽ മിക്ക മയ്യത്ത് നമസ്കാരങ്ങൾ നടക്കുന്നത് ഖബർസ്ഥാനിലായിരിക്കും. മയ്യത്ത് നമസ്കാരം നിർവഹിച്ച് നേരെ മറവ് ചെയ്യലാണ്. എന്നാൽ പള്ളിയിലേക്ക് കൊണ്ടുവരൽ അത്യപൂർവം മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ ഭാര്യമാർ ആ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിർദ്ദേശിക്കുന്നു. ഫയുസല്ലീന അലൈഹി, എന്നിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ ആ ജനാസ നമസ്കരിക്കുകയാണ്. അങ്ങനെ ഫഫഅലു ഫവുഖിഫ ബിഹി അലാ ഹുജരിഹിന്ന യുസല്ലീന അലൈഹി, നിസ്കരിക്കാൻ വേണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു പ്രത്യേക ഭാഗത്ത് മയ്യത്ത് കൊണ്ടുവന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ അതിനുവേണ്ടി നമസ്കരിച്ചു. ഉഖ്രിജ ബിഹി മിൻ ബാബിൽ ജനായിസ് അല്ലദീ കാന ഇലൽ മഖായിദ്, എന്നിട്ട് പള്ളിയുടെ ഒരു കമാനത്തിലൂടെ അത് മറവ് ചെയ്യാൻ വേണ്ടി ഖബർസ്ഥാനിലേക്ക് ആ ജനാസ കൊണ്ടുപോവുകയും ചെയ്തു. ഇത് സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്. ഈ ഹദീസിലൂടെ പിന്നീട് അവർക്കിടയിൽ പല ആളുകളും അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു. അത് മയ്യത്ത് നിസ്കരിച്ചതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം വന്നില്ല. ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്ന വിഷയത്തിൽ അങ്ങനെ കൊണ്ടുവരാൻ പാടുണ്ടോ എന്നുള്ള വിഷയത്തിലൂടെ സംസാരം വന്നു. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ കാതിലും വന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അറിവില്ലാത്ത വിഷയത്തിൽ ഒരിക്കലും നിങ്ങൾ ന്യൂനത പറയരുത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. എന്നിട്ട് ആയിഷ ബി പറഞ്ഞ വാക്കുതാണ്, വമാ സല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ സുഹൈൽ ഇബ്നു ബൈളാ ഇല്ലാ ഫീ ജൗഫിൽ മസ്ജിദ്. സുഹൈൽ ഇബ്നു ബൈളാഇന്റെ ജനാസ പള്ളി വെച്ചിട്ടല്ലാതെ അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചിട്ടില്ല. അതുകൊണ്ട് പള്ളിയിൽ നിസ്കരിക്കാൻ റസൂലുള്ള മാതൃക കാണിച്ചതുമുണ്ട്. കൂടുതൽ ജനാസയും പള്ളിക്ക് പുറത്താണ് നിസ്കരിച്ചത്. അതുകൊണ്ട് ആ പ്രശ്നവും ആയിഷ ബീവി അവിടെ അടച്ചു മൂടുകയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയത, പള്ളിയിൽ പോലും ജനാസ നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ നമസ്കരിച്ചിട്ടുണ്ട് എന്ന സ്വഹീഹ് മുസ്ലിമിലെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് തന്നെയാണ്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ഹദീസ് പ്രവാചകന്റെ കാലശേഷം ഉദ്ധരിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത് പിന്നീട് നസ്ഖ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ, ആ ഹദീസ് ദുർബലമായി എന്ന് പറയാൻ പോലും ഇനി വകുപ്പുകളില്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണ് ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, ആളുകൾക്കൊരു സംശയമുണ്ട്, അങ്ങനെ സ്ത്രീകൾക്ക് മുമ്പ് പുരുഷന്മാരുടെ മുമ്പ് സ്ത്രീകളെ മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇവിടെ സ്വഹാബത്ത് ബഖീയിൽ നിസ്കരിക്കുന്നതിന് മുമ്പാണ് ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവർ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. എന്നാൽ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ആയിഷ ബീവി പറയുന്നുണ്ട്, നുഹീതു അവിടുന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിക്കപ്പെട്ട കാര്യങ്ങളാണ് അൻ ഇത്തിബാഇൽ ജനായിസ്, ജനാസകളെ പിന്തുടരൽ. നുഹീനു, ഞങ്ങൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. ജനാസേനെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, സ്ത്രീകൾ പിന്തുടരാൻ പാടില്ല. അവർക്കിപ്പോ ഒരു പള്ളിയിൽ ഇവിടെ മയ്യത്ത് നിസ്കാരം നടക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് അവിടെ നിസ്കരിക്കുന്നതിന് വിരോധമല്ല, വീട്ടിൽ അവർ നമസ്കരിക്കുന്നതിന് വിരോധമല്ല. പക്ഷേ ജനാസയുടെ പിന്നാലെ പുരുഷന്മാർ നടക്കുന്നത് പോലെ വന്ന് നിസ്കരിക്കാൻ, അങ്ങനെ ആ ഒരു യാത്ര അള്ളാന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരോധിച്ചതാണ് എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ശക്തമായി ഇതിനെ എതിർക്കുന്ന ആളുകളെ കാണാം. നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബുകാരായ ആളുകൾ, ഷാഫി മദ്ഹബിലെ രണ്ടാം ഇമാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഇമാം സുന്ന ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹുൽ മുഹദ്ദബിലൂടെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് ജനാസ നമസ്കാരം നടക്കുമ്പോൾ അവിടെ മഅ്മൂമീങ്ങളായി സ്ത്രീകൾ നമസ്കരിക്കൽ അനുവദനീയമാണ്, ഉത്തമമാണ്. അവരുടെ കൂടെയാണ് സ്ത്രീകൾ നിസ്കരിക്കേണ്ടെന്ന് പറഞ്ഞു. ഒറ്റയായി നമസ്കരിക്കലും അനുവദനീയമാണെന്ന് പറഞ്ഞു. ജമാഅത്തായി നമസ്കരിക്കലും അനുവദനീയമാണെന്ന് പറഞ്ഞു. അതിന്റെ വിശാലമായ ചർച്ചകൾ നടന്നു. ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാർ പോലും എതിർക്കപ്പെടാത്ത വിഷയങ്ങളാണ് നമ്മളുടെ നാടുകളിലൂടെ എതിർക്കപ്പെടുന്നത് എന്നുള്ളത് സങ്കടകരം തന്നെയാണ്. കൃത്യമായി ഇസ്ലാമിൽ വേണ്ടത് ഇസ്ലാമിന്റെ പ്രമാണങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസ അവിടുത്തെ ഭാര്യമാർ നമസ്കരിച്ചിട്ടുണ്ട്, മുഅ്മിനാത്തുകളായ സ്ത്രീകൾ നമസ്കരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നമസ്കരിച്ചിട്ടുണ്ട്. അതും പള്ളിയിൽ വെച്ച് പോലും നമസ്കരിച്ചിട്ടുണ്ട്. മരിച്ച മയ്യത്തിനോട് നമുക്ക് കൊടുക്കാനുള്ള വലിയ
ഒരു ഉപകാരമെന്ന് പറയുന്നത് ആ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരമാണ്, നമസ്കാരത്തിലുള്ള പ്രാർത്ഥനകളാണ്. നമ്മുടെ കഴിവിന്റെ പരമാവധി ആ മഹത്തായ നന്മയിൽ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും പങ്കെടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു നാമേവരെയും ഒരുമിച്ചാക്കുമാറാവട്ടെ. കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു സഹോദരിയുടെ പിതാവ് അല്ലാഹുവിന്റെ വിളിക്കുത്തരം നൽകി. അല്ലാഹു മഅഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗത്തിന്റെ പ്രയാസത്തിലൂടെ കഴിയുന്നവർ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, അല്ലാഹുവേ ഖൈർ കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സിൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന ഫീ ഫിലസ്തീൻ. അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനന അൽ മുസ്ലിമീന അൽ മുജാഹിദീന ഫീ അസ്സ വഫീ റഫ. اللهم كن لهم نصيرا ولا تكن عليهم. اللهم ارحم موتاهم واشف مرضاهم وتقبل شهداءهم. اللهم افتح المسجد الأقصى. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم لا تسلط علينا من لا يرحمنا. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين.